ഹായ് ഗൈസ്. ഓരോ വ്യക്തികളും ഓരോ ഓരോ നിലയിലാണ്. ഇപ്പോൾ ലൈക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മളൊരു വീട്ടിൽ നിന്ന് ഉള്ളിൽ മൊത്തം പകയും ദേഷ്യവുമായിട്ട് നിന്നിട്ട് ഹസ്ബൻഡിനെ ചിരിച്ച് കാണിച്ച്, നാത്തൂനെ ചിരിച്ച് കാണിച്ച്, അമ്മായി നമുക്ക് പകയുണ്ട് ഉള്ളിൽ. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയിട്ട് നമുക്ക് ദേഷ്യമുണ്ട്. അങ്ങനെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം പുറത്ത് കാണിക്കാം, ദേഷ്യമാണെങ്കിൽ ദേഷ്യം പുറത്ത് കാണിച്ച് അവിടെ നിന്ന് മാറി നിൽക്കാം. അങ്ങനെയുള്ള കൊല സ്ത്രീകളെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറയത്തില്ല. എനിക്ക് സ്നേഹമാണെങ്കിൽ സ്നേഹമാണ്, ഞാനത് പുറത്ത് കാണിക്കും. അതാണ് ഒരു മനുഷ്യന്റെ രീതി. അല്ലാതെ ഒരു വീട്ടിൽ അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിന്ന് നമ്മുടെ അടിയും ബഹളവും വഴക്കുകളും കുത്തിത്തിരിപ്പും കുന്നായ്മത്തിനെയും കണ്ടു വളരുന്ന കുട്ടികളിൽ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. ദാറ്റ്സ് വൈ ഞാൻ മാറിയിരുന്നു. പിന്നെ ഡിവോഴ്സീസ് സിംഗിൾ മദേഴ്സിനെയും ഒന്നും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല, വീട്ടിലേക്ക് അടുപ്പിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമ്മൾ ഒരു പടിക്ക് മുന്നാലെ നമ്മൾ എല്ലാവരിൽ നിന്ന് അകലും. മനസ്സിലായോ? നിങ്ങൾക്ക് പേടിയാണ് എന്നറിയാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങളോട് പറഞ്ഞു കൊടുത്തുകൂടാ? അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ബന്ധുവാണിത്, ഇതെൻ്റെ ചേച്ചി അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും ആണിത്, അപ്പോൾ ഐ ജസ്റ്റ് വെയിറ്റേ. അപ്പോൾ ലൈക്ക് ഞാൻ അവരെ നമ്മൾ സഹായിക്കണം. അവർ ഇത്രയും സ്ട്രഗിൾസിലൂടെയാണ് വരുന്നത്, അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. സോ ചേട്ടൻ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കണം അവർക്ക്, നമ്മൾക്ക് അവരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം. ആൻഡ് ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആശ. ആശ എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ ആശയുടെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഞാൻ പുറത്തേക്ക് പോവാറ്. ചിലപ്പം വീട് ഫെസിലിറ്റി ഇല്ലാപ്പോൾ ഞാൻ, ആശയുടെ കുട്ടികൾ എല്ലാവരും ഒരു റൂമിൽ ഷെയർ ചെയ്യും. എന്തുകൊണ്ടാണെന്നറിയാമോ? ആശയും ഭയങ്കര നല്ല പാരന്റിങ് കിട്ടിയവരായിരുന്നു. അവർ നല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അവർക്ക് രണ്ട് പാർട്ട്നേഴ്സിനും തമ്മിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ പുരുഷൻ വേറൊരു സ്ത്രീയെ നോക്കില്ല എന്നുള്ളൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. അത് നമ്മുടെ കഴിവുകേടല്ലേ അത്? അല്ലേ? എനിക്കറിയാം ഒരുപാട് പേര് തിരിഞ്ഞു പോലും വേറൊരാളുടെ ശ്രദ്ധ പോവാത്ത ആൾക്കാർ എനിക്ക് നന്നായിട്ടറിയാം, ഒത്തുപേരുണ്ട്. അത് നിങ്ങളുടെ പ്രശ്നമല്ലേ? അപ്പോൾ അവരെ ഒതുക്കി നിർത്തുക. അല്ലെങ്കിൽ 28,000 ഡിവോഴ്സീസ് ഉണ്ട് കേസ് അനുസരിച്ച്. ഇതെല്ലാവരും കൂടെ ഒഴുക്കി നിർത്തി എന്തോ ചെയ്യും? ഷൈനിമാർ വീടും ഉണ്ടാവത്തില്ലേ? അതിനേക്കാളും അവർക്ക് ബഹുമാനം കൊടുക്കുക, സഹായിക്കുക. അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? നിങ്ങളുടെ വിശ്വാസം ഇല്ലാത്തതിന് നിങ്ങൾ തട കിട്ടിയോ എന്ത് വേണോ ചെയ്യാം. ദാറ്റ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ്. പക്ഷെ അതിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തൂടെ? പിന്നെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഐ തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ്. ബൈ.